ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഈ കയ്യിരിക്കുന്ന സംഭവം എന്താ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാകും എനിക്ക് ഒരാൾ ഗിഫ്റ്റ് അയച്ചു തന്നിട്ട് സംഭവം ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, ഞാൻ ഉദ്ദേശമല്ല, നമുക്ക് ഉപയോഗമില്ലാത്ത സാധനമാണ് കിട്ടിയത്. അത് ചെറിയൊരു സാധനമാണ് കിട്ടിയത്. അപ്പോൾ അത് മാറ്റിയിട്ട് എനിക്ക് വേറൊരു സാധനം ഞാൻ പറയുന്നത്, ആരാണ് എനിക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ചു, ഞമ്മടാ ഇതല്ല സാധനം, വേറെയാണ് സാധനം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏത് വേണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് സർപ്രൈസായിട്ട്, അതായത് ഞാൻ പറയും നല്ല എനിക്ക് നീ തരാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ട്രൈപ്പോഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പോഴത്തേക്കും എന്നെ ഞെട്ടിച്ചുകൊണ്ടൊരു സാധനം വന്നു. ഞാൻ ഞെട്ടീൻ്റെ കിളി പോയി. സീരിയസ്ലി ഞാനത് അൺബോക്സ് ചെയ്ത് നോക്കി. എന്ന് വെച്ചാൽ എന്തെങ്കിലും അതുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചയക്കണ്ടേ, അത് തിരിച്ചയക്കുന്ന സമയം കഴിഞ്ഞ് പോയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റണമെങ്കിലോ. ശേഷം വർക്കുള്ള കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാനത് അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു. സീരിയസ്ലി ഞെട്ടിത്തെറിച്ച് വന്നു, ഒരു രക്ഷയില്ല. ഇറ്റ്സ് എ ട്രൈപ്പോഡ്. ആ ട്രൈപ്പോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടോ ഏതാ ട്രൈപ്പോഡ് എന്നുള്ളത്? അത്യാവശ്യം കിടിലൻ ട്രൈപ്പോഡാണ്. കിടിലൻ ട്രൈപ്പോഡാണ്. ഏതാണെന്ന് നിങ്ങൾക്ക് ഏകദേശം എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? രണ്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യും. ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് ഞാൻ നോക്കും. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്തായാലും വരുന്ന ട്രൈപ്പോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല, അത് എനിക്കിപ്പോൾ എൻ്റെ മറ്റേ ബാഗിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ട്രൈപ്പോഡാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് എന്താ പറയുക, മറ്റേ സ്ട്രേഞ്ചറിൻ്റെ ഒക്കെ പോകാൻ നേരത്തൊക്കെ നമുക്ക് ഓരോ ഫ്രെയിം വെച്ചൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കിടക്കുന്ന സാധനമാണ്. ഒരു സ്പെഷ്യൽ ഇങ്ങനെ എൻ്റെ നിങ്ങളിങ്ങനെ എനിക്കൊന്നും പറയാൻ കിട്ടണില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, എനിക്ക് നമ്മൾക്കിപ്പോൾ പറയുമ്പോഴത്തേക്കും വലിയ വ്യൂസ് കുറവാണ്, വലിയ ഇതൊന്നും ഇല്ല, 44 സബ്സ്ക്രൈബേഴ്സ് അത്രയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ എനിക്ക് വേണ്ടി ഇങ്ങനെ ഓരോ എഫേർട്ടുകൾ ഇടുന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ത്വരയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും ആൾക്കാരെങ്കിൽ അത്രയും ആൾക്കാർ മതി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഉള്ള ആൾക്കാർ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു എവരി വൺ ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച്. എനിക്ക് എത്ര പറയാൻ നന്ദി പറയാൻ അറിയത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുവാണ്, നിങ്ങളാണ് എൻ്റെ പ്രചോദനം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ അൺബോക്സിങ്ങിൽ കിടക്കാം. ടടാ, ഞാനത് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത് നമ്മുടെ ഉലാൻസിയുടെ ട്രൈപ്പോഡാണ് വന്നിരിക്കുന്നത്. ഉലാൻസിയുടെ ട്രൈപ്പോഡ് നല്ല കിണ്ണം കഴിച്ച സാധനം, നല്ല വൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇത് കുറേ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ടേബിളിൽ വെക്കാം, അങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ചെറുതായിട്ട് വെക്കാം, വലുതായിട്ട് വെക്കാം. നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഡ്രോൺ ഷോട്ടൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാൻ പറ്റും കിടിലനായിട്ടൊക്കെ. സോ ഇറ്റ്സ് ടൈം ഫോർ അൺബോക്സിങ് ദ ട്രൈപ്പോഡ്. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്താണ്, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അൺബോക്സ് ചെയ്യും. നിങ്ങൾ കാണട്ടെ, എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നത് നിങ്ങളെ കൂടെ കാണിക്കാണ്ട് പിന്നെ എങ്ങനെ ശരിയാവുന്ന, നിങ്ങളൊരാൾ തന്ന ഗിഫ്റ്റാണത്. അപ്പം ഇറ്റ്സ് ടൈം ഫോർ അൺബോക്സിങ്. അതല്ല കിടുക്കാച്ചി പാക്കിങ് നോക്കി കണ്ടോ, ഇതിൻ്റെ അകത്തൊരു സ്പോഞ്ചൊക്കെ വെച്ച് അങ്ങനെ തന്നെ വന്നിരിക്കുന്ന. അമ്പോ, ആ സ്പോഞ്ചിൻ്റെ അകത്തുനിന്ന് വേണം, ഇതാണ്ടേ ആ സ്പോഞ്ചിൻ്റെ അകത്തുനിന്ന് വേണം സാധനം എടുക്കാനുണ്ട്. ചെടി വെച്ച് സന്തോഷം വെട്ടു. ഇത് വല്ലതും ഉണ്ടോ? ഇതിനകത്തൊന്നുമില്ല. ഓക്കെ, ഇതാണ് വന്നിരിക്കുന്നത്. ഇത് ഇവിടുന്ന് ഒരു സാധനം എടുത്ത് കാണാം. ഉണ്ടാ, ഇതാണ് നമ്മുടെ സാധനം, നമ്മ പറഞ്ഞ സാധനം. ഇവനാണ് നമ്മ പറഞ്ഞ ഐറ്റം എന്ന് പറയും പോലെ. പാക്കിങ് നോക്കിയല്ലേ, കിടിലം പാക്കിങ്. ഞാൻ കണ്ടപ്പോൾ എൻ്റെ നല്ല ചിന്തയായിപ്പോയി. സോ ദിസ് ഈസ് ദ സാധനം. ദിസ് ഈസ് ദ സാധനം ഓഫ് ദി ഇന്ത്യൻ കൾച്ചർ ഓഫ് ഇന്ത്യ. ദിസ് ഈസ് ദ സാധനം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലംബോ, നിങ്ങൾ പറയുന്ന പോലെ നല്ല ഹൈറ്റ് ഉണ്ട്. അയ്യോ, പഠിച്ചു വരണം ഇത്. വേണ്ട അമ്പോ, ഉണ്ടാ ഇത്രയും നീളമുണ്ട്. ഓക്കെ, വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹൈറ്റിൻ്റെ സെയിം ഇത്. എൻ്റെ ഇത്രയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അത്ര എൻ്റെ ഒരു ഇത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഇത്രയുണ്ട് ഹൈറ്റ്. നമുക്കിങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് ചൂണ്ടയിടാൻ പോണ ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കുക ഇങ്ങനെ വെച്ചിട്ടൊക്കെ നൈസായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്ന സംഭവം. പിന്നെ ഇവിടെ ഇത് കണ്ട, ഇവിടെ ഇതൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ മറ്റേ മാക്സ് സേഫായിട്ട് ഇങ്ങനെ ഒട്ടിച്ചും വെക്കാം, ഇതായിട്ടും വെക്കാം. പിന്നെ ഇത് ഇങ്ങനെ കണ്ട, ഇതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നമുക്ക് ഫോൺ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതിരുന്നോളൂ, സേഫാണ്. അങ്ങനെയും വെക്കാം. പിന്നെ എന്താ പറയുക, ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ല. ഇതിങ്ങനെ സൂം കുറവും സൂം കുഞ്ഞും എന്താണെന്നോ എനിക്കറിയത്തില്ല. ഞാനിത് പഠിച്ച് പറഞ്ഞു, യൂസർ മാനുവലൊക്കെ നോക്കുമ്പോൾ എനിക്കറിയത്തുള്ളൂ. നമ്മൾ യൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കിത് ചെറിയ ട്രൈപ്പോഡായിട്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ വെച്ചിട്ട്
ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഇതുണ്ടോ, ഇതൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നമുക്ക് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അതിലേക്ക് ഇങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, ഇതെടുക്കാം, അങ്ങനെ സെറ്റ് ചെയ്യാം. പക്ഷേ ഈ സൂമിനും സൂം ഔട്ടും എന്തിനാണ് കാണിച്ചിരിക്കുന്നത് എനിക്കൊരു പിടുത്തമില്ല. ഇത് കണ്ട ഈ സൂമിൻ സൂം ഔട്ട് എന്തിനാണത്? ഇതുണ്ട്, ഇതെന്തിനാണ് കൊടുത്തിരിക്കുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യും. എനിക്കൊരു ഐഡിയ കിട്ടുന്നത് എന്തിനാണെന്നുള്ളത്. നമ്മൾ വെറുതെ നശിപ്പിക്കേണ്ട. അപ്പോൾ ഇതാണ് ഇങ്ങനെ വന്നിട്ടുണ്ട് സാധനം. യാ ഇറ്റ് ഈസ് നൈസ്. നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട്. പിന്നെ കവറിനകത്ത് ഒരു എന്താ പറയുക യൂസർ മാനുവലുണ്ട്. യൂസർ മാനുവൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള യൂസർ മാനുവൽ. മറ്റേ സാധനം എന്തിനാണ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കട്ടെ. സൂമിന് സൂമൊരു കുറേ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. എൻ്റെ പൊന്നു ഇത് പഠിക്കാൻ കുറേ ഉണ്ട്. ആ സൂമിന് സൂമിട്ടുള്ള സംഭവം ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇതാണ് ചെറിയൊരു യൂസർ മാനുവൽ വരുന്നത്. ഈ ബോക്സിന് കൊടുത്ത് വരുന്ന യൂസർ മാനുവൽ ഇതാണ്. ബോക്സിനകത്ത് പിന്നെ വരുന്ന സാധനം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഒരു നമുക്കതിൻ്റെ മാക്സേഫ് ഒട്ടിക്കാൻ വേണ്ടി ഒരു സാധനം കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറകെ ഇങ്ങനെ നമുക്ക് മാക്സേഫ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടോ ഒമ്പോ പൊൻ്റെ മോനെ കിട്ടില്ലേ കിടികിടില്ല അയ്യോ കിടില മാഗ്നറ്റ്. ഇത് പുറകെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും കേട്ടോ. ഇത് ജന്മത്തിൽ പറഞ്ഞു പോകത്തില്ല. പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നമുക്ക് മറ്റേ രീതിക്ക് തന്നെ ചെയ്യാം. ഇത് അത്ര തിന്നാണ്. ഏതാണ് ഇത് ഒട്ടിക്കണോ അതോ ഇങ്ങനെ ഞാൻ വെറുതെ തുറന്നിട്ട് വെച്ചാൽ മതി? അതോ നിങ്ങളുടെ അഭിപ്രായം ഏതാ? ഞാൻ തുറന്നിട്ട് വെക്കണോ ഇത് വെക്കണോ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞാൻ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്തൊരു USB കേബിൾ ഉണ്ട്. ഇത് എന്തിനാണ് ഇവിടെ കുത്താനാണെന്ന് നോക്കിയിട്ടൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. USB പോർട്ടൊന്നും ഞാൻ ഇവിടെ കണ്ടൊന്നുമില്ല. USB പോർട്ട് ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. USB പോർട്ടൊന്നും ഞാൻ അവിടെ നോക്കിയിട്ട് കാണുന്നില്ല. ഇതെനിക്ക് വലുതായിട്ട് റിസ്ക് എടുക്കാൻ വയ്യ. എന്ന് വെച്ചാൽ എൻ്റെ വല്ല മറ്റും ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ. അതാണ് ഞാൻ പറയുന്നത്. ഇത് എവിടെ കുത്തണം എനിക്ക് ഇവിടെ ഒരു പോയിൻ്റൊന്നും കാണണമെന്നില്ല. ഇതൊന്ന് അറിയാവുന്ന ഇതിനെ ഉലാൻസിയുടെ ട്രൈപ്പോഡിനെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ നോക്കിയിട്ടൊന്നും കാണണമെന്നില്ല. ഇത് ഉലാൻസിയുടെ ട്രൈപ്പോഡാണ്. നിങ്ങൾക്ക് ആമസോണിലൊക്കെ കിടപ്പുണ്ട്. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഇവിടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ നോക്കുക. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് സാധനമാണ്. എന്താണെന്നറിയില്ല. എനിക്ക് അത്ര എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതല്ല ആദ്യമായിട്ടല്ല, രണ്ടാമതായിട്ട് ഇടുന്നത്. എനിക്ക് ഫസ്റ്റ് എൻ്റെ ഫോൺ വാങ്ങിച്ചത് കാർത്തിക്കാണ്. iPhone 13 വാങ്ങിച്ചു തന്നത്. അതൊരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആയിരുന്നത്. പിന്നെ രണ്ടാമത് കിട്ടുന്നത് ഈ ട്രൈപ്പോഡാണ്. എന്താ പറയുക കൊള്ളാം. അത് കാരണം എനിക്ക് വലുതായിട്ട് റിസ്ക് എടുക്കാൻ വയ്യ. ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. വാങ്ങിച്ചു കഴിഞ്ഞാൽ വെറുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുത്താണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടൊക്കെ പറയാം. പക്ഷേ ഇത് കൊള്ളാം. ഞാൻ കാർത്തികയിൽ ഈ സെയിം സാധനം ഇരിക്കുന്നത്. കാർത്തികയിൽ സെയിം സാധനം സെയിം ടൈപ്പാണ് ഇരിക്കുന്നത്. അതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലായ സംഭവം. അപ്പോൾ കാർത്തികയ്ക്ക് ചോദിക്കുക, ഇതിനെ പറ്റിയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതെങ്ങനെ ചെയ്യണം എന്താണെന്നൊക്കെ ഉള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും നൈസാണ്, കൊള്ളാം, അടിപൊളി. എന്തായാലും താങ്ക് യു. തന്നത് ആരാണ് നല്ല എനിക്ക് ഒരുപാട് എൻ്റെ ഹൃദയത്തിൻ്റെ അതിനൊരു നന്ദിയുണ്ട്. നിങ്ങളും വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. നൈസായിരിക്കും. നമുക്ക് ടേബിളിലൊക്കെ വെക്കാമെന്നൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടേബിളിലേക്ക് ഇങ്ങനെ ഇത് ചരിച്ച് വെക്കാമെന്നൊക്കെ ഉള്ളതൊക്കെ. ഇറ്റ് വാസ് നൈസ് ട്രൈപ്പോഡ്. നിങ്ങൾക്ക് കണ്ടൻറ് ക്രിയേഷൻ ഇതായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിട്ട് ഞാൻ പറയത്തുള്ളൂ. ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് ആമസോണിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് വന്നുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ ഇത്രയും പൈസ കൊടുത്ത് ഞാൻ വാങ്ങിക്കില്ല. ഓക്കെ, കൊള്ളാം, നൈസാണ്. താങ്ക് യു. അയച്ചു തരാൻ നന്ദിയുണ്ട്. ഉമ്മ. ഓക്കെ, ഞാൻ നമ്മുടെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പനമ്പള്ളിലേക്ക് വന്നു. വേറൊന്നുമല്ല, ഇവിടെ അടുത്ത ദിവസം ഒരു സാധനം സംഭവിക്കാൻ പോകുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഇൻഫിനിറ്റി ഫരീദിൻ്റെ, അതായത് നമ്മുടെ ഫരീദിൻ്റെ ഷോപ്പ് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ അവിടെ സ്റ്റാർബക്സിന് നേരെ ഇപ്പുറത്തായിട്ട് ഇൻഫിനിറ്റിയുടെ ഷോപ്പ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പരിപാടിയും കഴിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് മറ്റേ ഡെക്കറേഷൻ വർക്ക് അതൊക്കെ നോക്കണമായിരുന്നു. പിന്നെ അങ്ങനെ 1-2 കാര്യമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഡേറ്റ് മറക്കണ്ട, 29-ാം തീയതി വൈകിട്ട് ഏകദേശം ഒരു 4 മണി സമയത്ത് 4 മണി വൈകുന്നേരം 4 മണിക്കാണ് 29-ാം തീയതി. മാർക്ക് ചെയ്ത് വെച്ചോ.
കാർത്തിക മുതലാളി, അതായത് ഇതിൻ്റെ മുതലാളിയാണ് ഉദ്ഘാടനം. പിന്നെ കാർത്തികേട്ടനെ കാണുമെന്ന് വേണമെങ്കിൽ മെസ്സേജ് അയച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു കിടിലൻ ഓപ്പർച്യൂണിറ്റിയാണ് വന്ന് കാണാൻ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അവസരമാണ്. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, 29-ാം തീയതി വൈകിട്ട് 4 മണിക്ക്. ഓക്കെ, അപ്പം ഗിഫ്റ്റ് വന്ന ആൾക്ക് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. 29 മറക്കണ്ട കേട്ടോ.